ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ക്ലാസ് ഇക്കണോമിക് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ സെക്ടറുകൾ നമ്മുടെ എക്കോണമിയിൽ ഏതെല്ലാമാണ് അതിനെപ്പറ്റി ഒരു ചെറിയ ക്ലാസ്. ഇതും കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ UG PG ക്ലാസ്സിലുണ്ട്. ഒപ്പം തന്നെ PSCക്കൊക്കെ ചോദിക്കാവുന്ന ധാരാളം ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ അകത്തിലുണ്ട്. അപ്പോൾ ദർ ആർ മെയിൻലി 3 പ്രൊഡക്ഷൻ സെക്ടേഴ്സ് ഇൻ ആൻ എക്കോണമി. ഒരു എക്കോണമി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും 3 പ്രൊഡക്ഷൻ സെക്ടേഴ്സാണ് അവിടെ ഉള്ളത്. പ്രൈമറി, സെക്കൻഡറി, തെർഷറി. പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല. അതിൽ ഫസ്റ്റ് സെക്ടർ എന്ന് പറയുന്നത് പ്രൈമറി സെക്ടറാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് അഗ്രികൾച്ചർ, ഫിഷിങ്, മൈനിങ് എന്ന് പറഞ്ഞാൽ ഖനനം ചെയ്തെടുക്കുന്ന വസ്തുക്കളൊക്കെ, അതുപോലെ ഫോറസ്റ്റ്, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു ഫസ്റ്റ് ഡിവിഷനെയാണ് നമ്മൾ പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത്. ഇനി സെക്കൻഡറി സെക്ടർ എന്ന് പറഞ്ഞാൽ അത് റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് ഗുഡ്സാക്കി മാറ്റുന്ന ഒരു സെക്ടറാണ്. റോ മെറ്റീരിയൽസ് അതിനെ ഫിനിഷ്ഡ് ഗുഡാക്കി കൺവേർട്ട് ചെയ്യുന്ന സെക്ടറാണ് സെക്കൻഡറി സെക്ടർ. അല്ലെങ്കിൽ അതിനെ നമുക്ക് മാനുഫാക്ചറിങ് സെക്ടർ എന്ന് പറയാം. അതിലും ധാരാളം വകുപ്പുകളുണ്ട്. ഓട്ടോമൊബൈൽസ്, ടെക്സ്റ്റൈൽസ്, ഷിപ്പ് ബിൽഡിങ്, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്തിൽ വരുന്നുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട സെക്ടർ എന്ന് പറയുന്നത് തേർഷറി സെക്ടറാണ്. തേർഷറി സെക്ടർ എന്ന് പറഞ്ഞാൽ അതിനെ നമ്മൾ സർവീസ് സെക്ടർ എന്ന് പറയും. സേവന മേഖലകളാണ് സർവീസ് സെക്ടർ. അതിൽ ബാങ്കിങ്, ഇൻഷുറൻസ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ ടൂറിസം, ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റീസ്, ഇപ്പോഴത്തെ മോഡേൺ കാര്യങ്ങളൊക്കെ, അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജി, R&D, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇതുകൂടാതെ ഡിസിഷൻ മേക്കിംഗ് യൂണിറ്റ്സ് ഉണ്ട്, അതായത് ഗവൺമെൻറ്, എക്സിക്യൂട്ടീവ്സ്, അതെല്ലാം അവരൊക്കെ എടുക്കുന്ന നടപടികളെല്ലാം തന്നെ ഈ സർവീസ് സെക്ടറിൽ വരും, തെർഷറി സെക്ടറിൻ്റെ അകത്തിൽ വരും. പിന്നെ ഈ 3 സെക്ടർ കൂടാതെ പ്രൈവറ്റ് സെക്ടറും ഉണ്ട് വേറെ. പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ഒരു നാട്ടിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സെക്ടറാണ് ഈ പ്രൈവറ്റ് സെക്ടർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാവുന്ന ഒരു കാര്യം, ഈ 3 സെക്ടറിൽ ലാർജ് സ്കെയിൽ GDP ക്രിയേറ്റ് ചെയ്യുന്നത് തെർഷറി സെക്ടറിൽ. അതൊക്കെ പരീക്ഷയ്ക്ക് വരുന്നതാണ്, ഓർത്തിരുന്നോണം. ലാർജസ്റ്റ് GDP സെക്ടർ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റുകൾ അല്ലെ ഇൻകം ഏറ്റവും കൂടുതൽ കിട്ടുന്ന മേഖല എന്ന് പറയുന്നത് തെർഷറി സെക്ടറാണെന്ന് ഓർത്തിരുന്നോണം. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റി എന്ന് പറയുമ്പോൾ മോഡേൺ സൊസൈറ്റിയിൽ നോളജ് എക്കോണമി എന്ന് പറയുമ്പോൾ ഡിഫറൻറ്റ് സർവീസസ്, ഫൈനാൻസ്, ടെക്നോളജി, ഇതെല്ലാം നമ്മുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്ന ഘടകങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പറയാവുന്നതിൽ ഈ 3 സെക്ടറിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഇൻ ദ കേസ് ഓഫ് ക്രിയേഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ മോർ എംപ്ലോയ്മെൻറ്റ് ക്രിയേഷൻ ആക്ടിവിറ്റീസ് നടക്കുന്ന പ്രൈമറി സെക്ടറിലാണ്, ഓർത്തോണം. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെയാണെങ്കിൽ നമുക്കറിയാം പ്രൈമറി സെക്ടർ എന്ന് പറയുമ്പോൾ മോർ ദാൻ 75% ഓഫ് ദ പീപ്പിൾ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസാണ്. അഗ്രികൾച്ചറും അതുപോലുള്ള അലൈഡ് ആക്ടിവിറ്റീസിലും പങ്കെടുക്കുന്ന 70-ലേറെ അല്ലെ 75% ആൾക്കാരുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് പ്രൊവൈഡിങ് സെക്ടർ എന്ന് പറയുന്നത് ഓർത്തിരുന്നോണം, അത് പ്രൈമറി സെക്ടറാണ്. പിന്നെ ഇതിൻ്റെ എല്ലാം ഫലമെന്ന് പറയുന്നത് HRD ആണ്. HRD എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, കാരണം ഈ പറയുന്ന സെക്ടറിനെ എല്ലാം ഏറ്റവും ഡെവലപ്മെൻറ്റായിട്ട് അല്ലെ ഡെവലപ്മെൻറ്റ് മേഖലയിലേക്ക് കൊണ്ടുപോവുക, പ്രൊഡക്റ്റീവാക്കി മാറ്റാൻ ഏറ്റവും അത്യാവശ്യം എന്താണ്? ഹ്യൂമൻ റിസോഴ്സാണ്. ഈ ഹ്യൂമൻ റിസോഴ്സിൻ്റെ അകത്തിൽ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ കൊടുത്തുകൊണ്ട്, ഏറ്റവും കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ് കൊടുത്തുകൊണ്ട്, ഏറ്റവും കൂടുതൽ എഫിഷ്യൻസി ഏർപ്പെടുത്താൻ വേണ്ടി ഓരോ രാജ്യങ്ങളിലും HRD ഉണ്ട്. HRD അതായത് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് മിനിസ്ട്രി എന്ന് പറയും. ഇന്ത്യയിൽ അതുകൊണ്ട് 1985 സെപ്റ്റംബർ 26 സ്ഥാപിച്ച്, ഓർത്തിരുന്നോണം. 1985 സെപ്റ്റംബർ 26. അപ്പോൾ അന്നാണ് HRD മിനിസ്ട്രി ഇവിടെ വരുന്നത്. ഇനി അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട രീതി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിൻ്റെ ഡെവലപ്മെൻറ്റ്, ഞാൻ പറഞ്ഞില്ല ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, അല്ലെങ്കിൽ അതിന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് HDI എന്ന് പറയും, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, അതുപോലെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, ഹെൽത്ത് ആയിക്കോട്ടെ, എല്ലാം അതായത് വളരെ എഫിഷ്യൻ്റായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ആക്ടിവിറ്റി കംപ്ലീറ്റ് ഹ്യൂമൻ ബീയിങ്സിൽ ഏർപ്പെടുത്തി കൊടുക്കുക. അതാണ് HDI എന്ന് പറയും, അതായത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറയും. ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അതിനൊരു മാർക്കുണ്ട്, അതായത് അതിനൊരു റേഞ്ച് ഉണ്ട്. 0 to 1 ആണ്. 0 മുതൽ 1 വരെ എന്ന് പറഞ്ഞാൽ 0.8 ആൻഡ് എബോവ് വന്നാൽ അത്തരം രാജ്യങ്ങൾ ഹൈ ലെവൽ ഓഫ് ഡെവലപ്മെൻ്റ് ആണ്. നേരെ മറിച്ച് ബിറ്റ്വീൻ 0.5 ആൻഡ് 0.8 ആണെങ്കിൽ അത് മീഡിയം ഡെവലപ്മെൻ്റ് ആണ്. നേരെ മറിച്ച് ബിലോ 0.5 ആണെങ്കിൽ അത് അണ്ടർ ഡെവലപ്ഡ് ആണ്, അല്ലെ ലോ ലെവൽ ഡെവലപ്മെൻ്റ് ആണ്. ഇതിനെപ്പറ്റിയൊക്കെയുള്ള എല്ലാ രാജ്യങ്ങളുടെയും ഈ ആക്ടിവിറ്റീസൊക്കെ തന്നെ
പലപ്പോഴും പബ്ലിഷ് ചെയ്യുന്ന UNDP ആണ്, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അപ്പോൾ UN-ൻ്റെ ഒരു ഭാഗമാണ്, ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭാഗമാണ്. അവരാണ് ഇതിൻ്റെ ഡേറ്റയൊക്കെ പബ്ലിഷ് ചെയ്യുന്നത്. ഇനി ഇന്ത്യയിലാണെങ്കിൽ ഈ HDI ആദ്യമായിട്ട് അതിൻ്റെ ഡേറ്റ കളക്ട് ചെയ്തത് നമ്മുടെ ഒരു എക്കണോമിസ്റ്റ്, നമുക്ക് ആദ്യമായിട്ട് എക്കണോമിക്സിൽ നോബൽ പ്രൈസ് നേടിത്തന്ന ഒരു എക്കണോമിസ്റ്റുണ്ട്, അമർത്യ സെൻ. അദ്ദേഹമാണ് ഈ ഡേറ്റ ആദ്യമായിട്ട് ഇന്ത്യയിൽ തയ്യാറാക്കിയത്. അതുപോലെ നമ്മുടെ അടുത്ത് പാകിസ്ഥാനിലാണ് ഈ ഡേറ്റ തയ്യാറാക്കിയത് മെഹബൂബ് ഉൾ ഹക്ക് എന്ന് പറയുന്ന വേറൊരു എക്കണോമിസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാം പബ്ലിഷ് ചെയ്യുന്നത് UNDP ആണെന്ന് ഓർത്തിരുന്നോണം. എന്നാൽ ഇപ്പോൾ ഇതെല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ HRDA അല്ലെങ്കിൽ HDI ഇതിനേക്കാളൊക്കെ ഇപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് GNH എന്ന് പറയും, ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ്. ഹ്യൂമൻ ഹാപ്പിനെസ് ഇൻഡെക്സ് ആണ് ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ്. ഈ നാഷണൽ ഹാപ്പിനെസ്സിനെ പറ്റി ആദ്യമായിട്ട് 2008 പറഞ്ഞത് ഭൂട്ടാൻ രാജാവാണ്, കിങ് ഓഫ് ഭൂട്ടാൻ. അയാളാണ് ഇതിനെപ്പറ്റി പറഞ്ഞത്. അവർ പറയുന്നത് അവർക്ക് GNP-യിലല്ല വിശ്വാസം, GNH-ലാണ്. എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ ഏറ്റവും നന്നായിട്ട് എഡ്യൂക്കേഷന്, ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി, അതുപോലെ ഹെൽത്ത്, അതുപോലെ വളരെ ഹാപ്പിനെസ്, ഏറ്റവും നന്നായിട്ട് ലൈഫ് സ്റ്റൈലിനെ ആസ്വദിച്ച് ജീവിക്കുക. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആൾക്കാർക്ക് ഒരു ഹാപ്പിനെസ് പ്രൊവൈഡ് ചെയ്യുക, അതാണ് അവരുടെ ലക്ഷ്യം. ആ ഹാപ്പിനെസ്സിൻ്റെ പ്രൊവിഷനെ വിളിക്കുന്ന പേരാണ് GNH. അപ്പോൾ ഓരോ വർഷം അല്ലെങ്കിൽ ഓരോ കാലഘട്ടം കഴിയും തോറും നമ്മുടെ ഹ്യൂമൻ ഇൻഡെക്സിനെ മെഷർ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏറ്റവും മോഡേൺ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് ആണ്, GNH എന്ന് പറയും. അതുകൂടി ഇതിൻ്റെ കൂടെ ഒന്ന് ഓർത്തിരുന്നണം. അപ്പോൾ ഈ ഡിഫറൻറ്റ് സെക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ അകത്തിൽ നമ്മളിപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്നിച്ച് പറയുമ്പോൾ HDI-ൻ്റെ അകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. അതിലേക്കാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. അതിലൂടെയാണ് നമ്മളിപ്പോൾ കാണുന്ന മോഡേൺ ഡെവലപ്മെൻറ്റ്, അതായത് GNH ഉൾപ്പെടെയുള്ള എല്ലാ ഇൻഡെക്സുകളും മെഷർ ചെയ്യുന്നത് അതിലാണ്. ഓക്കെ.